ഹായ് നമസ്കാരം അസ്സലാമു അലൈക്കും. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ലൊക്കേഷൻ കറക്റ്റ് NP ലിയാഗാഡ് നടത്തുമ്പോൾ എന്താ വെച്ചാൽ ഇതിക്ക് ഈ നമ്മളെ ഭാഗത്തേക്ക് 6-5 വഴികളാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും സുഖം ഈ ചെറുകുളമ്പ് IKT സ്കൂൾ ചോദിച്ചാൽ ആ ഗേറ്റ് കഴിഞ്ഞാൽ 800 മീറ്റർ ഉള്ളൂ. ചെറുകുളമ്പ് ഹൈസ്കൂളിൻ്റെ ഗേറ്റ്. ഈ ചട്ടിപ്പറമ്പ് പെരിന്തൽമണ്ണ റൂട്ടൊക്കെ വരുന്നതൊക്കെ അതാ സുഖം. നീ ഇങ്ങനെ മക്കരപ്പറമ്പ് ഇങ്ങനെ വരുന്നതൊക്കെ അമ്പലപ്പടി കഴിഞ്ഞിട്ട് സമൂസപ്പടി പയമ്പളൂർ സമൂസപ്പടിക്ക് ഇങ്ങോട്ട് ഒരു കിലോമീറ്റർ പയമ്പളൂർ തെക്കുംകുളമ്പ് അവിടെ നമ്മൾ ലൊക്കേഷൻ വരുന്നത്. നമ്മൾ 500 കാലാപ്പാടി ബുഷ് ഫ്ലവറിലൊക്കെ ഉണ്ടായിരുന്നു പോയി ഞാൻ ആ സൈഡ് ഉണ്ട് നമ്മൾ കാണിക്കാം. ആ സൈഡ് ഉണ്ടല്ലോ ബുഷ് 500 രൂപ കൊടുക്കുന്ന കാലാപ്പാടി 500 രൂപക്ക് കുഴപ്പമില്ലല്ലോ ഇതല്ലേ? അത്യാവശ്യം നല്ല കടവണ്ണ നല്ല ബുഷായിട്ടുള്ള ചെടികൾ തന്നെയാണ്. അത് ഇതിൽ പെട്ടവനാണോ? അല്ല അത് കുറച്ച് വലുതോ അല്ലേ? ഇത് കാലാപ്പാടി അല്ല, ഇതേതാ? ഇത് വേറെ സാധനം. പക്ഷെ കാലാപ്പാടിന്റെ ലീഫ് പോലെ ഉണ്ടല്ലോ അതല്ലേ? സുവർണരേഖ അങ്ങനത്തെ ഒന്നും അല്ല. ഇത് വേറെ എന്തായാലും വേറെ പേരുണ്ട്. എന്താ പേര്? ഇതേ വന്നതാ? വന്നാണ്. ഞാൻ വെറുതെ സാമ്പിൾ കണ്ടെണ്ണം വെറുതെ നോക്കാൻ വേണ്ടി മാങ്ങ രസം ഉണ്ടാണ്. മറ്റേ നമ്മളതല്ല സുവർണരേഖ അല്ലെങ്കിൽ മറ്റേ നാസി ബസന്ത് അങ്ങനത്തെ ഒന്നും അല്ല. പക്ഷെ ലീഫ് ഏകദേശം ഇതുപോലെ ഉണ്ടല്ലേ? ഓക്കെ, ഇതിന്റെ പേര് അറിയില്ല. എന്തായാലും നമ്മൾ സെയിൽ ചെയ്യാൻ തന്നെയല്ലേ? എത്ര രൂപ കൊടുക്കാ? അത് 350 ഉള്ളൂ. 350 ഉള്ളൂ? ഇത്രയും വലുതിന്. പിന്നെ നമ്മളെ കച്ചാമിട്ടതാ കച്ചാമിട്ട പച്ചയില് മധുരല്ലേ കച്ചാമിട്ട. കുറച്ച് വലിയ പ്ലാന്റ് ആണ്. സാധാരണ നമുക്ക് 200-250 ഉണ്ടാല്. ഇത് 400 റുപ്യ ഉണ്ട്. കുറച്ച് വലുതാണ്. നല്ല ബുച്ചായതാ, നല്ല നല്ല പ്ലാന്റ് ആണ് കച്ചാമിട്ട. അടിപൊളി പ്ലാന്റ് തന്നെയാണ്. നല്ല തയ്യ കച്ചാമിട്ട നമ്മുടെ അങ്ങനെ ഉണ്ടാവാറില്ല. കച്ചാമിട്ട നമ്മൾ ചെറിയതൊക്കെ ഉണ്ടാല് 200 രൂപന്റെ ചെറുതാ ഉണ്ടാല്. ഇതിപ്പോ വലിയ സൈസ് വലുത് കിട്ടിയാണ്. ഇതിപ്പോ എത്ര സ്റ്റോക്ക് ഉണ്ട്? സാധനം അവിടെ ഉണ്ട്, നമുക്ക് അവിടെ ഇറക്കി ഒരുപാടുണ്ടല്ലോ അല്ലേ? ഇതുണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഇതൊക്കെ നമ്മളെ കാലാപ്പാടി നമ്മളെ സൈസ് പെട്ടത് നമ്മൾ 300 രൂപ കൊടുത്തില്ല. അരിനെല്ലി സൂപ്പർ സാധനം അരിനെല്ലി. അല്ല നല്ല അടിപൊളി തയ്യാണ്. പാക്കറ്റ് എത്ര രൂപ? 50 റുപ്യ ഉള്ളൂ. 50 രൂപയ്ക്ക് അല്ലേ ഒരു പാക്കറ്റ്? ഹൈബ്രിഡാ? പുലാസാന്റെ അടിപൊളി ഒരു മരം കാണുന്നത്. നിറയെ കായ്ച്ചിട്ടുള്ള പുലാസാനാണ് ഈ കാണിക്കുന്നത്. ഇത് നമ്മളെ ലിയാ ഗാർഡനിലാണ് പുതിയ വന്ന സ്റ്റോക്കാണ്. ഇതൊരു 3-4 പീസ് നമ്മുടെ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. അടിപൊളി മരം തന്നെ. കടവണ്ണൊക്കെ നോക്കുകയാണെങ്കിൽ സൂപ്പർ വലിയ കവറിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള സൂപ്പർ മരം കേട്ടത്. ഇത് നമ്മളിപ്പോ കൊടുക്കുന്നത് എത്ര രൂപ വർഷമൊക്കെ കൊടുക്കാം? ചെറിയൊരു കായ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മാണ്ടഞ്ഞിപ്പോ ആൾക്കാർക്ക് 3-നും കായുള്ളുണ്ട്. അതുണ്ടല്ലേ? അതെടുത്താ മതി. കായുള്ളത് തന്നെ കായുള്ള വലുത്തൊക്കെ പോയി. ഇത് നമ്മൾ എത്ര രൂപ സൈസിന്? ഇതിൽ കായ ഉണ്ടല്ലോ വേറെ ഉണ്ടായിരുന്നു. അതിലൊക്കെ കൂടുതലുണ്ട്. ഇത് 3000 റുപ്യ വരും. വില കുറഞ്ഞാണെങ്കിൽ ഇത് കൊടുക്കാം. ഇതൊക്കെ ഫ്ലവർ വരും തന്നെയാണ്. ഇതൊക്കെ ഫ്ലവറാണ്. ഇവിടെ ഫ്ലവർ വരുന്നു. ഇനി വേണമെങ്കിൽ കായ അറിയുമ്പോഴൊക്കെ കായ എന്താ പറയുക, ഈ കായ ചില ഇത് വന്ന് കാണ്ടേ ചാർട്സ് ഇടാൻ മതി, വാസിയുള്ള മതി ചാർട്സ് ഇടുക. ഇതൊക്കെ ഫ്ലവർ എന്താ ഇങ്ങനെ വരുന്നതാ, ഇങ്ങനെ വരുന്നതാ. ഇതൊക്കെ ഫ്ലവറാണ്. അത് കായ ആ മരം. പിന്നെ ഇതൊക്കെ ഫ്ലവർ എങ്ങനെ വരുന്നതാ, ഇങ്ങനെ ചെറിയതൊക്കെ ഫ്ലവറാണ്. ഫ്ലവർ അഞ്ഞ് ഫ്ലവർ അടുത്തെല്ലാം ഗ്യാരണ്ടിയാണ്, ഉറപ്പായിട്ട് വാങ്ങിക്കും. കാരണം ഇത് 3 റുപ്യ നല്ല വലുതാണ്, നല്ല കടവണ്ണുണ്ട്. അതിന് തന്നെ സാധാ നമുക്ക് സാധാ നമ്മളെ റേഞ്ചിലുണ്ട്. 2.5 ഉണ്ട്. 2.5 ഇപ്പൊ ചെറുത് 2.5 തൊട്ട് സ്റ്റാർട്ട് ആവണത്. അടുത്ത വർഷം കായ്ക്കുന്ന സൈസ് 2.5 മുതൽ. അത് ഇവിടെ ഉണ്ട് 2.5. 2.5 ആണ് ഇത്. ഇത് ഇതിനുള്ളിൽ ഈ 2 ഇത് ഈ തുപ്പിട്ടത് പുലാസാൻ. ഈ ചെറിയ സൈസ് എത്ര പറഞ്ഞു? ഇത് 400 രൂപ. അതിലേറെ കുറച്ചുകൂടി നല്ല സൈസ് വരുമ്പോ 500 ഇതൊക്കെ കോട്ടയാണ് വിശ്വസിച്ചേട്ടാ. സാധനം വിശ്വസിച്ച കറക്റ്റ് ഉണ്ടാവാനും കഴിക്കും. 500 വെച്ചാലും റെയിൻ ഫോറസ്റ്റ് പ്ലം പൂട്ടത് 1500 നോക്കേണ്ട. ഒരു ഓഫറിൽ വേണം ഇട്ട് കൊടുക്കുക. 1000 എടുക്കാം. അത് ആകെ ആ പീസ് തന്നെ ഇട്ടു. ഇനി വേണമെങ്കിൽ ചിലപ്പോ 2 പീസ് എടുത്തു മണി പൂത്തുണ്ടോ നോക്കാം. നല്ല വണ്ണുള്ള നല്ല തൈ തന്നെ. അടിവണ്ണം കണ്ടില്ലേ സൈസ്. നിലവിൽ പൂ ഇല്ലാത്ത 1000 റുപ്യ വെക്കുണ്ടാണ്. ഇത് പൂട്ടത് 1000 റുപ്യക്ക് കൊടുക്കാം. പിന്നെ നമ്മളത് ലീഫി ലോങ്ങൻ ചെറിയ പ്ലാന്റ് 2500 റുപ്യ. ഇതിന്റെ വലുതുണ്ട് 4000 എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നല്ല വലുതുകള് മരമുന്തിരികളെ നല്ല വലുത്, നല്ല കായ, നല്ല നല്ല മൂപ്പുള്ള സൈസ് 7 റുപ്യ 8 റുപ്യ 5 റുപ്യ 4 റുപ്യന്റെ ഒക്കെ ഉണ്ട് കായുള്ളത്. കായുള്ളത് തന്നെ 5. ഈ സൈസ് ഇതാ നല്ല നല്ല മൂപ്പുള്ള നല്ല തൈയാണ്. അതെ, നല്ല വിഷ്. ഇതും 5 തന്നെയാണ്. ഇതോ ഇത് 7 റുപ്യ ഉണ്ട്. 7 റുപ്യ ഉണ്ട്. അതിന്റെ വലിയ വെട്ടിന് 9ന്റെ വെട്ടിന്റെ ഉണ്ട്. പക്ഷെ ആ 9ന്റെ വെട്ടിനൊക്കെ 14-15 വരും. കുറഞ്ഞതാണ്.
ഈ വലിയ സബാറ ഉണ്ടെങ്കിൽ ഒരു ഓഫർ ഇട്ട് കൊടുക്കാം. വലിയ കവർ വലിയ സബാറ 2500 റുപ്യ ഇത്രയും വലുത്. സബാറ മരമുന്തിൽ ഏറ്റവും ഡിമാൻഡ് ഉള്ളത്. അത് നമ്മൾ വലുതിന് ഓഫർ ഇട്ട് 2500 റുപ്യക്ക്. അടിപൊളി കേട്ടോ, അടിപൊളി മരം തന്നെയാണ്. ഇത് നമ്മളിത് ഒരു പീസ് തന്നെ ഉള്ളൂ? അല്ല, സബാറ ഉണ്ട് 8 10 ഒക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട് ഉണ്ടല്ലോ. അതിന്റെ ബാക്കിൽ സബാറാണ്. ബാക്ക് ലീഫ് അല്ല, പൂട്ട് നല്ല ഇതേമാതിരി നല്ല വലിയ സൈസ് ഒരു ഓഫർ ഇട്ടുണ്ട് 8000 റുപ്യ വലുത്. ആ 10 കാണിക്കാം അവിടെ ഒന്ന് കാണിക്കണം. ഞാൻ പറ്റി അപ്പൊ ഉമ്മർച്ചാകുമ്പോ നമുക്ക് നല്ല വലുത് നാസാക്കി കുറച്ച് കെട്ടി വെച്ചാണ്. അല്ല ഉഷാക്ക, ഈ ബ്ലാക്ക് ലീഫോ കുറെ കായ വന്നിട്ടുള്ളേ? ഇത് നമുക്ക് കൊടുക്കാം, കമ്പക്കാരനുസരിച്ച് കൊടുക്കാം. നല്ല ദിലേറല്ല ബുഷല്ല വലിപ്പമുള്ള പൂട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതുകൊണ്ട് കളർ ആവണുള്ളൂ. ഇത് കണ്ടില്ലേ ഇവിടെ ആയിട്ടില്ല. ഇവിടെയൊക്കെ കായ വന്നിട്ടുള്ള ബ്ലാക്ക് ലീഫാണ്. ഇത് ന്യൂ ക്രിസ്റ്റൽ അല്ലേ? ആ, ന്യൂ ക്രിസ്റ്റൽ. സൂപ്പർ മരം, എല്ലായിടത്തും കാഴ്ച അടിപൊളി മരം. ഇതേതാ നമ്മള് കാണിക്കുന്നത്? ഞാൻ കളറായിക്കോ നമുക്ക് പൊട്ടിച്ച് വെച്ചിട്ടായിട്ടില്ല. ഇതിന് മുന്നേ ആയിട്ടില്ല, ആവണുള്ളൂ. വലിപ്പം ഉണ്ട്, സാധനം ആവണുള്ളൂ, പൊട്ടിച്ചാനാവണുള്ളൂ. അവിടെ ഇത് എന്താ വെച്ചാൽ കവറ് കെട്ടാൻ ജന്തുക്കളെ അതേ കൊത്തി നാസാക്കാണ്. അങ്ങനെ പ്രശ്നമുണ്ട്. ഉമ്മർച്ചാമ്പോ നിറച്ച് ഇത് കുറച്ച് വിലയുണ്ട് കേട്ടോ, പക്ഷെ വലുതാണ്. ഡ്രമ്മടക്കം 3000 റുപ്യ ഉണ്ട്. ചൈനയിൽ ചെറുത് നമുക്ക് 500-നും 1000-നും കായലുണ്ട്. ചെറുത് നമുക്ക് 250 റുപ്യ മുതലുണ്ട്. ഉമ്മർച്ചാമ്പോ 250 തൊട്ടുണ്ട്. അതേമാതിരി ബേറാപ്പത്തിന്റെ വലുത് നമുക്ക് അടുത്ത ലോഡിൽ അപ്പൊ കാട്ടുക. ഈ സൈസ് വലുത് അടുത്ത ലോഡിലുള്ള കേട്ടോ. അതായത് ഡ്രമ്മിലാവില്ല, കവറിലാണ്. നമ്മളിപ്പോ ഒന്നായിട്ട് ബുക്ക് ചെയ്തത് അതാണ്. സൈസ് വലുത് വേണ്ട. ചെറുതെ നമ്മളൊക്കെ 50 റുപ്യ മുതൽ ബേറാപ്പ് ഉണ്ട്. 150 ആകുമ്പോ നിലയിൽ ആദ്യം കായുള്ളതാണ്. 150 ആകുമ്പോ ഇത് കൊടുക്കാനുള്ളതല്ലേ? ഇതും കൊടുക്കും. നല്ല വലിയത് നമ്മള് പറയാ ബ്ലാക്ക് ലീഫ് അല്ലേ? ഫ്ലവർ അതിന്റെ ഒക്കെ അപ്പത്തൊക്കെ പിന്നെ ഈ സൈഡൊക്കെ അതിനൊക്കെ ഫ്ലവർ ചെയ്യുന്നതാ. എല്ലായിടത്തും ഫ്ലവർ ഉണ്ടല്ലേ? എനിക്കത് കയറി വരാൻ പറ്റില്ല, എല്ലായിടത്തും ഫ്ലവർ ആണ് ഇതില്. ഉണ്ടല്ലേ? ആ കാണുന്ന കംപ്ലീറ്റ് ഫ്ലവർ ഉണ്ടല്ലേ? ഈ സൈഡ് ഈ സൈഡ് ഇങ്ങനത്തെ വലുത്. ഇതിന്റെ വണ്ണം നോക്കി കണ്ടോ? വലിയ 30 കവറ സംശയമുണ്ട്. 40 വലിയ സാധനം. തെർക്ക് നമ്മള് 10-നൊക്കെ വിറ്റിന്റെ 8 റുപ്യ കൊടുക്കാം. 8 റുപ്യ അങ്ങനത്തെ ഇവിടെ ഉണ്ട്. ഞാൻ അതിൽ 6-ന്റെ വേണ്ട 6-നും വലുത് ആ സൈസും ഉണ്ട്. ഇതൊക്കെ 6000 രൂപ. 8 റുപ്യ മൊത്തം ഫ്ലവർ ഉണ്ട്. അടക്കം 6-ന്റെ അടക്കാറ് ഫ്ലവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ വൈന്ന് ശരിയാക്കണം, ഒന്നും കൂടി ഇങ്ങനെ ഇവിടെ കൂടി ലെവലാക്കണം. പിന്നെ നമുക്ക് ഇതേമാതിരി ബൾക്കായിട്ട് നമുക്കിപ്പോ നമ്മള് ഇതിപ്പോ ആന്ധ്രയ്ക്ക് പോകണം. ഇപ്പൊ ലോങ്ങന അങ്ങോട്ട് ആന്ധ്രയ്ക്ക് സാധനം നമ്മളിപ്പോ ആന്ധ്രയ്ക്ക് അടുത്താഴ്ച പോകുമ്പോ സാധനം വണ്ടിയിൽ ഇപ്പൊ വണ്ടി കയറ്റിക്കൊണ്ടിരിക്കും. മറ്റന്നാ പോകാനുള്ള ഇത് ആന്ധ്രയ്ക്കാണ് നഴ്സറിക്കാ? നഴ്സറിക്കില്ല, മറ്റിടാൻ ചെക്കുമ്പോ നമ്മളൊരു ഐഡിയ വേണ്ട. അപ്പൊ നമ്മളിത് വണ്ടിയിൽ ഇങ്ങനെ എത്ര കൊള്ളണം അനുസരിച്ച് ബാക്കി വെച്ച് നോക്കാച്ചിട്ട്. ആന്ധ്രാപ്രദേശിക്കാണ് ഇപ്പൊ നമ്മൾ ലിയാ ഗാർഡൻ ഈ ലോങ് കംപ്ലീറ്റ് പോണത്. എത്ര പീസ് ഞാൻ പറയുന്നത്? ശരിക്കും ഈ അതായത് 1500-ന്റെ 500 പീസാ ചോദിക്കണം. 1500-ന്റെ 500 പീസ്. അപ്പൊ നമ്മൾ എത്ര പീസ് കയറ്റുണ്ട്? നമ്മളിപ്പോ ഒരു 250-നും കോതി കയറ്റാന്നാണ്. 250 കയറണം. 250 കാരണം. ഓക്കെ, ഇനി ഇത് കയറ്റാണ്ടല്ലോ അല്ലേ? സ്റ്റോക്ക് ഇല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. ആന്ധ്രാപ്രദേശിലുള്ള നഴ്സറിക്കാണ് ഇപ്പൊ കൊണ്ടുപോകുന്നത്. വേറെ ഏതെങ്കിലും ഐറ്റം ഉണ്ടോ കൂടെ കയറ്റാണ്ടോ? ലോകം മാത്രം. അടുത്ത പ്രാവശ്യം അത് അബിയു നമ്മളെ നല്ല 1000 അബിയൊരു 800 റുപ്യ ഓഫറിൽ നല്ല ബുഷായ വലുത് കേട്ടോ. 800 രൂപക്ക് ജയിന്റ് ഉണ്ട്, ഒരു നിപ്പിളുണ്ട്. നിപ്പിളൊന്നുള്ളൂ, ബാക്കിയൊക്കെ ജയിന്റ്. വലിയ സൈസ് ആണല്ലോ അല്ലേ? നമ്മളിവിടെ വലുത് 20 റുപ്യ ഉണ്ട്. സാധാ നമുക്ക് 30-ന്റെ ഉണ്ട്. കാസർഗോഡ് വേണമെങ്കിൽ 25-ന്റെ ഉണ്ട്. ഇതൊക്കെ എത്ര രൂപ കൊടുക്കുന്ന? 70 റുപ്യ. അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ നമുക്കുള്ളപ്പോ മെയിൻ ഫാൾട്ട് ഇപ്പൊ എന്താ വെച്ചാൽ ഒന്ന് ഈ ഫോണുകള് പ്രശ്നം തന്നെയാണ്. അപ്പൊ നമ്മൾ ശരിക്കും ഒന്ന് സെറ്റപ്പ് ആയാല് പിന്നെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞാല് നമ്മള് വണ്ടി നമ്മളെ ബടാദോസ്ത് ഫുള്ള് തിരുവനന്തപുരം പോയപ്പോ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ അറിയാം, ഒരു കറക്റ്റ് ഒരു വേറെ വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ട് ഒരാഴ്ച ബടാദോസ്ത് പോവാ. പിറ്റത്തെ തിരുവനന്തപുരം ട്രിപ്പില്ലേ, അതിൽ വല്യണ്ടി ജംബോ ലോഡോ അല്ലെ ജംബോ ഡെലിവറി എന്തെങ്കിലും പറഞ്ഞൊരു പേരിട്ടിട്ട് അന്നത്തേന് നമുക്ക് എത്രയും ബുക്കിംഗ് എടുക്കാം. വലിയ വണ്ടി ആക്കുക. അപ്പൊ എന്താ ചെയ്യുന്ന ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ഒന്ന് മാറ്റിയേക്കാനുള്ള ടൈം ഉണ്ടാവും. അതിന് നമുക്ക് ഈ ആഴ്ച ഈ മാസത്തിൽ ഇനിയിപ്പോ നോക്കാം നമുക്ക് എങ്ങനെയാണ് നമുക്കൊന്നും ഡേറ്റ് കൺഫേം ആക്കിയിട്ട് ഏത് വല്യണ്ടി ആക്കുക. അപ്പൊ കുറച്ച് മൈലേജ് എന്താ വെച്ചാൽ വല്യണ്ടി മടിക്കേണ്ടതാണ്. മൈലേജ് ഷോട്ട് എല്ലാം വരും. വല്യണ്ടിക്ക് അങ്ങനെ പ്രശ്നമുണ്ട്. കാരണം മെറ്റീരിയൽ നമുക്ക് എന്താണ്
12 മൈലേജ് കിട്ടുമ്പോൾ ഇത് നമുക്ക് 5.5-6 കിട്ടുള്ളൂ നേർ പോകുതി. അപ്പൊ എന്താ വെച്ചാല് ഇതിക്ക് 8 റുപ്യേന്റെ എണ്ണ അടിച്ചുമ്പോൾ ബൈക്ക് 16 റുപ്യേന്റെ എണ്ണാണ്. ചെറിയ നഷ്ടം വരുന്നുണ്ട്. അപ്പൊ നഷ്ടമുണ്ട്. പിന്നെ ഡ്രൈവർക്കും തന്നെ അതായത് 2 ഡ്രൈവർമാരെ വെച്ച മാതിരിയൊക്കെ മറ്റേ ഡ്രൈവറും വേണം വലിയ വണ്ടി ആകുമ്പോ. എന്നാലും നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഓർഡറുകൾ എന്താ വെച്ചാൽ ഈ ഓർഡർ ഇങ്ങനെ വരികയാണല്ലോ. അപ്പൊ പിന്നെ നമുക്ക് ഓർഡർ നമുക്ക് ഒഴിവാകാതെക്കാന് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ മാസത്തില് അല്ലെങ്കിൽ 2 മാസം കഴിയുമ്പോൾ ജംബോ വണ്ടി ആക്കുക. അതായത് ജംബോ ഡെലിവറി എന്തെങ്കിലും വെച്ചുകാണ്ട് വണ്ടി പോകും. തിരുവനന്തപുരം ആണിപ്പോ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കുറെ ആൾക്കാർ വെട്ടി ചുരുക്കിയത്. ലാസ്റ്റ് വെച്ചുകൊണ്ട് കൊള്ളേറ്റ് കുറെ ആൾക്കാർ വെട്ടി ഒഴിവാക്കി. കുറെ ഈസ്റ്റ് അതായത് ഈ ക്യാഷ് തന്നോലത് മാത്രം വണ്ടിക്ക് വെച്ചുകാണ്ട് മറ്റോലത് ഉണ്ടല്ലോ. എന്താ വെച്ചാൽ നമുക്ക് വണ്ടിയിൽ കൊള്ളാത്തോണ്ട് പിന്നെ പൈസ തന്നോലത് വണ്ടിയിൽ വെക്കാൻ നിർബന്ധമാണല്ലോ. മറ്റേ പിന്നെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ അങ്ങനെ ഒഴിവാക്കിയാണ്. അപ്പൊ അടുത്ത പ്രാവശ്യമൊക്കെ നമ്മൾ പോകുന്നുണ്ട്. ഇപ്പൊ ഈ പ്രാവശ്യം ഇങ്ങനെ പോയിട്ട് അടുത്ത പ്രാവശ്യം നമ്മൾ കൺഫേം ആവും. എങ്ങനെ തിരുവനന്തപുരം ഒരു പ്രാവശ്യം ചെറുവണ്ടി ആണെങ്കിൽ നെക്സ്റ്റ് ടൈമിൽ വലിയ വണ്ടി. 2 പ്രാവശ്യം ആകുമ്പോ നമുക്ക് വേറെ അങ്ങോട്ട് തീരാൻ നേരമില്ല. ഏത് മാസത്തിൽ 2 തിരുവനന്തപുരം ആകുമ്പോ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ നമുക്ക് അതിന്റെ അടിയിൽ എന്താ ഈ ബുദ്ധിമുട്ട് എന്തല്ലോ. ഡ്രൈവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് ലോഡാക്കലും ഈ ചെക്കന്മാരെ കിട്ടണം. ഈ ശനി ഞായർ നമ്മള് ലോഡാക്കുക. ഈ ശനി ഞായറും ലോഡാക്കുന്ന വെച്ചാൽ അപ്പൊ എന്താ വെച്ചാല് ഈ ആഴ്ചയിലാകെ മാസത്തിലാകെ 4 ശനിയല്ലേ വരുള്ളൂ. അപ്പൊ 2 പ്രാവശ്യം തിരുവനന്തപുരം 2 പ്രാവശ്യം ഈ കാസർഗോഡ് ആക്കിയാൽ അതിന് സമയം ഉണ്ടാവുള്ളൂ. അപ്പൊ ഒന്നുകൂടി നമുക്ക് ഇതാണ് പറയാനുള്ളത്. അപ്പൊ ഇനി അതിന് നിർദ്ദേശങ്ങളൊക്കെ വേണമെങ്കിൽ കുറച്ചുകൂടി ആൾക്കാർക്ക് കമന്റ് ഒക്കെ ചെയ്ത അഭിപ്രായങ്ങളൊക്കെ പറയാം. എന്നെങ്കിൽ വിളിക്കുക. എന്റെ പേസ് നമ്പർ 8089442680 വിളിച്ചാൽ നമുക്ക് എന്താ വെച്ചാൽ അതിലിപ്പോ പ്രശ്നം എന്താ വെച്ചാൽ വലിയ വണ്ടി ആകുമ്പോൾ എന്താ വെച്ചാൽ ഓടിച്ചാനും തിരിച്ചാനൊക്കെ പ്രശ്നമായിക്കാരം. അപ്പൊ ഈ നമുക്ക് ഇപ്പൊ ചെറുവണ്ടി ആകുമ്പോ തന്നെ നമുക്ക് എന്തേക്കാരം ഈ ചെറുവണ്ടി ചിലപ്പോൾ ഈ 11,000-20,000 സാധനം എടുത്തോലുണ്ടാവും. അപ്പോൾ ഓലത്ത് നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഹൈവേന്ന് ഒരു 200 മീറ്ററുള്ളൂ അല്ലെങ്കിൽ 500 മീറ്ററുള്ള പറയുമ്പോൾ പിന്നെ അവിടെ ഇറക്കിയേക്കുന്ന സീരിയൽ വെച്ചിട്ട് നമ്മൾ അങ്ങനെ പെരി കൊണ്ടുവരാൻ വേണ്ടി പോകും. അപ്പൊ അങ്ങനത്തെ എന്ത് ചെയ്താൽ മതി, വലിയ വണ്ടിയാണ് ഉടനെ അതായത് ഓൾക്ക് ചെറിയ വണ്ടി തോനെ എടുക്കണമല്ലോ 20,000-15,000 സാധനം എടുക്കണേ. അവർക്ക് വലിയ വണ്ടി പോയില്ലെങ്കിൽ പിറ്റത്തിന് ആക്കാൻ പറഞ്ഞാൽ മതി. അങ്ങനെ അപ്പൊ എന്ത് ചെയ്യുക, ഒരു മാസം വലിയ വണ്ടി 1 മാസം ചെറിയ അങ്ങനെ ആക്കണം. 2 ട്രിപ്പും കണ്ണൂർ അങ്ങനെ ആക്കുക. അപ്പൊ നമുക്ക് ഉടനെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ കണ്ണൂരൊക്കെ ഞാൻ എന്നാ വിളിച്ച് ചോദിച്ചാൽ ബേ ഓർഡറുകൾ വന്നാൽ മതി. വേണ്ട ഇത് നമുക്ക് കണ്ണൂർക്ക് ആയ ബേം വിടാം, ഡേറ്റ് കൺഫേം ആക്കാൻ നിൽക്കണ്ട. അതേപോലെ തന്നെ നമ്മൾ തിരുവനന്തപുരം നമ്മൾ ബേം ബുക്ക് ഓർഡർ ചെയ്യാം. ഒന്നുകൂടി മാറ്റം വരാണ്ട് ഫോണ് ഒന്നുകൂടി വേറെ ആൾ ഉഷാറായാലും ശരിക്കും എഴുതി വെച്ചാൽ ഞാൻ ഫോൾട്ട് വരില്ല. കുറെ ആൾക്കാർക്ക് കഴിഞ്ഞ പ്രാവശ്യം അതായത് ഒന്നുകൂടി ഞാൻ അവരോട് ഖേദം പ്രയോഗിച്ചു. കാരണം എന്താ വെച്ചാൽ സാധനം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറെ ആൾക്കാർ 1-2 ആൾക്കാരൊന്നല്ല, നമ്മൾ പേരെടുത്ത് പറഞ്ഞില്ല, ഒരു കുറെ ആൾക്കാർ ബുക്ക് ചെയ്ത് തന്നെ ഇപ്പൊ നിങ്ങൾ അഡ്രസ് കൂടെ എഴുതി വെച്ചിരിക്കുന്ന സാധനം വണ്ടിക്ക് വെച്ചിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അത് ബില്ല് ആ ഡേറ്റ് നോക്കണ്ടേ. ലാസ്റ്റ് ചെക്കന്മാരൊക്കെ കണ്ട് നോക്കുമ്പോ വണ്ടി കൊള്ളൂല, നല്ല ഓവർലോഡ് വേണേ. വണ്ടിയിൽ കണക്കേണ്ട ഇതില്ലേ. അപ്പൊ അതിനൊരു മാറ്റം ക്ഷമ ചോദിച്ചതന്നെ. കാരണം കുറെ ആൾക്കാർ ബുക്ക് ചെയ്ത്, അതായത് പൈസ അടിച്ചത് ആരും കയറാന്നില്ല. എന്നാൽ ഒരാളുടെ പൈസ അടിച്ചത് കയറിയിട്ടില്ലായിരുന്നു. അത് നമ്മൾ പിന്നെ ആള് താൽക്കാലം കുറച്ച് DTDC കൂടിയാറിനെ കാണാൻ അങ്ങനെ കുറച്ചങ്ങനെ വിട്ടിട്ടുണ്ട്. നമുക്ക് എല്ലാം കൂടി ഓഫറൊക്കെ ഇട്ടാണ് ഒന്നുകൂടെ ശരിക്കും കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മളിപ്പോ ഈ ഓഫറുകളൊക്കെ ഇടാത്ത എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ അല്ലെങ്കിൽ തന്നെ നമുക്ക് ഉള്ളത് പറയാലോ, നമുക്ക് തിരക്ക് നിൽക്കാൻ കഴിയുന്നില്ല, നിയന്ത്രിക്കാൻ കഴിയില്ല. ഒരാൾ ഒറ്റക്കാകുമ്പോ നമുക്ക് എന്താ വെച്ചാല് ഈ ചില ആൾക്കാർക്ക് ഓൽക്കുണ്ടാവും പ്രഷർ. പിന്നെ ഇവിടെ വന്ന് സാധനം വാങ്ങുമ്പോഴും ഈ ഷെമിയിൽ കാത്തിക്കുന്ന എത്രയോ ആൾക്കാർ നമ്മളെ കസ്റ്റമേഴ്സ് എത്ര ആ സ്ഥാനത്ത് ചിലവർക്കൊക്കെ പെട്ടെന്ന് ചൂടനെ കാരണം എടുത്തടിക്കാം. അങ്ങനെ അപ്പൊ പിന്നെ ഓൻ്റെ ഒപ്പം നിൽക്കുമ്പോഴത്തേന് ഇവിടെ ആദ്യം വന്ന ആൾക്കാരോട് വരിക്കേക്കാരം, ആദ്യം വന്ന ആൾക്കാർ നോക്കിക്കേക്കാരം. അപ്പൊ അതിനൊക്കെ ഇവിടെ ഒരു പരിഹാരം എന്തെങ്കിലുമൊക്കെ നമ്മൾ കാണും. അടുത്ത മാസമൊക്കെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ആവും.